ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു റിക്വയർമെൻറ്റ്സ് ഓഫ് ഹൈവേ ഡ്രെയിനേജും പിന്നെ അതേപോലെ തന്നെ ഈ സിഗ്നിഫിക്കൻസ് ഓഫ് ഡ്രെയിനേജും പിന്നെ മെയിനായിട്ടും എന്താണ് ഡ്രെയിനേജ് എന്നുള്ളത്, ഈ ഒരു ഹൈവേയിൽ അല്ലെങ്കിൽ ഈ ഒരു പേയ്മെൻറ്റിലേക്ക് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ് ഡ്രെയിനേജ് എന്നുള്ളതും റിക്വയർമെൻറ്റ്സും സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ പോയിൻറ്റ്സ് ആക്ച്വലി പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് ആക്ച്വലി സൂചിപ്പിക്കുന്ന ഈ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ. അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഈ സിഗ്നിഫിക്കൻസ് കാണിച്ചു തരുന്നത്. പിന്നെ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചും പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി പറയുന്നത് ഇനി എങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സർഫസിൽ ഈ ഒരു ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സർഫസ് വാട്ടർ ഇസ് റിമൂവ്ഡ് ബൈ പ്രൊവൈഡിങ് ക്യാമ്പർ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ക്യാമ്പർ എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു സ്ലോപ്പാണ്. ആക്ച്വലി ഒരു രണ്ട് റോഡിൻ്റെ സെൻട്രലിൽ ഒരു ബൾജിങ് പോലെ കൊടുത്തേക്കും, രണ്ട് സൈഡ് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് കൊടുക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മഴവെള്ളം വരുമ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും റോഡിൻ്റെ രണ്ട് എഡ്ജസിലേക്കും അത് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയാണ് ആ സ്ലോപ്പ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നടുക്ക് അങ്ങനെ ഒരു ബൾജിങ് പോർഷൻ കൊടുത്തേക്കുന്നത്, അതാണ് ക്യാമ്പർ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് വാട്ടർ ഈസ് റിമൂവ്ഡ്, അങ്ങനെയാണ് ചെയ്യുന്നത്. ദീസ് വാട്ടർ കളക്റ്റഡ് അറ്റ് സൈഡിലുള്ള ഡ്രെയിൻസിലാണ് ഇത് കളക്ട് ചെയ്യുന്നത്, റോഡിൻ്റെ സൈഡിൽ. ഇൻ റൂറൽ ഏരിയാസ് ഇനി ഇവിടെ എവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്നുള്ള അവിടെ ആ ഒരു ഏരിയയിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ ആണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. റൂറൽ ഏരിയയിലാണെങ്കിൽ ഇൻ റൂറൽ ഏരിയാസ് ഓപ്പൺ ആൻഡ് കവേർഡ് ഡ്രെയിൻസ് ആർ യൂസ്ഡ്. ഓപ്പൺ ആയിട്ടുള്ള ഡ്രെയിൻസും പിന്നെ കവേർഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ഓപ്പൺ ആ രീതിയിൽ പോലെ ഓപ്പൺ ആയിട്ടുള്ള ഡ്രെയിൻസും ഉണ്ട്, ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു കവേർഡ് ആയിട്ടുള്ള ഡ്രെയിൻസാണ് ഈ ഒരു റൂറൽ ഏരിയാസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കവേർഡ് ഓപ്പൺ സൈഡ് ആയിട്ടുള്ള ഡ്രെയിൻസ് പ്രൊവൈഡ് വിത്ത് ട്രപ്പിസോഡൽ സെക്ഷനാണ് ആക്ച്വലി ഈ ഒരു ഓപ്പൺ ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചാനൽ സെക്ഷൻ്റെ ആ ഒരു ക്രോസ് സെക്ഷൻ ആലോചിച്ചാൽ മതി. ഒരു നമ്മൾ FM പഠിക്കുമ്പോൾ ചാനൽ സെക്ഷൻ എന്നൊരു പോർഷനുണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ട്രപ്പിസോഡലിലെ ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ആ ഒരു ക്രോസ് സെക്ഷനാണ് ഈ ഒരു എന്ന് വെച്ചാൽ ചാനൽ ആക്ച്വലി വലുതാണ്, ഇതൊരു മിനിയേച്ചർ ഫോമാണ് ഈ ഒരു ഡ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു ഷേപ്പിലാണ് കൊടുത്തേക്കുന്നത്, ഓപ്പൺ സൈഡ് ഡ്രെയിൻസ്. പിന്നെ അടുത്ത് തന്നെ കവേർഡ് ഡ്രെയിൻസ്. ഇനി കവർ ചെയ്തിട്ടുള്ള ഡ്രെയിൻസ് അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രൊവൈഡഡ് വിത്ത് ലെയേഴ്സ് ഓഫ് സാൻഡ് ആൻഡ് ഗ്രാവൽ. അതെന്ന് വെച്ചാൽ ആക്ച്വലി സാൻഡ് ആൻഡ് ഗ്രാവലാണ് വെച്ചാണ് ഈ ഒരു കവേർഡ് ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ സൈഡിലുള്ളതുണ്ട്, പിന്നെ കവേർഡ് സൈഡിലുള്ള ഡ്രെയിൻസ് ഉണ്ട്. ഓപ്പൺ ആണെങ്കിൽ ട്രപ്പിസോഡൽ സെക്ഷൻ ആയിരിക്കും അതിൻ്റെ ഷേപ്പ്, പിന്നെ കവേർഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിന് ഈ ഒരു ലേയേഴ്സ് ഓഫ് സാൻഡ് ആൻഡ് ഗ്രാവലാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതാണ് റൂറൽ ഏരിയാസിലുള്ള. ഇനി അർബൻ ഏരിയാസിലുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അണ്ടർഗ്രൗണ്ട് ലോൺജിറ്റ്യൂഡിനൽ ഡ്രെയിൻസ് ആർ പ്രൊവൈഡ്. ഈ ഒരു അണ്ടർഗ്രൗണ്ട് ലോൺജിറ്റ്യൂഡിനൽ ഡ്രെയിൻസ് ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു അതിൻ്റെ അടിയിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ വെള്ളം അടിയിലാണ് പാസ്സാവണം, മണ്ണിനടിയിൽ. അപ്പോൾ അണ്ടർഗ്രൗണ്ട് ലോൺജിറ്റ്യൂഡിനൽ ഡ്രെയിൻസ് ആർ പ്രൊവൈഡ് ഇൻ വിച്ച് വാട്ടർ ഇസ് കളക്റ്റഡ് ഇൻ പിറ്റ്സ്. ഈ ഒരു അണ്ടർഗ്രൗണ്ടിൽ തന്നെ ഒരു പിറ്റുകൾ, ചെറിയ കുഴികളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ റോഡിലൊക്കെ ഒരു സിലിണ്ടർ ഒരു സർക്കുലർ ഷേപ്പിലൊരു ഹോള് കാണുമല്ലോ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പിറ്റുകൾ. അങ്ങനെ പിറ്റുകൾ ചില സർട്ടൻ ലൊക്കേഷൻസിൽ കൊടുത്തേക്കും. അപ്പോൾ അതാണ് പറയുന്നത്, അറ്റ് സ്യൂട്ടബിൾ ഇൻ്റർവൽസ് ആൻഡ് ആർ ഡിസ്പോസ് ത്രൂ അണ്ടർഗ്രൗണ്ട് പൈപ്സ്. അപ്പോൾ അങ്ങനെയാണ് അണ്ടർഗ്രൗണ്ട് പൈപ്സിലാണ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇത് അണ്ടർഗ്രൗണ്ടാണ് മെയിൻലി. ഇത് മറ്റേന്ന് വെച്ചാൽ എക്സ്പോസ്ഡ് ആയിട്ട് പുറത്താണ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഓപ്പൺ ആണെങ്കിൽ നമുക്ക് കാണാം, എന്താണ് വെള്ളം പോകുന്നവരെ തന്നെ കാണാം. ക്ലോസ്ഡ് ആണെങ്കിൽ ഈ ഒരു കവേർഡ് ആണെങ്കിൽ വെള്ളം പോകുന്ന കണ്ടില്ലെങ്കിൽ അത് അവിടെ ഉണ്ടെന്നറിയാം, ആ ഒരു ഡ്രെയിൻ അവിടെ ഉണ്ടെന്നറിയാൻ പറ്റും, കാരണം അത് വെളിയിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സർഫസിലാണ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി നമുക്ക് കാണാൻ പറ്റത്തില്ല, അടിയിലാണ് പോകുന്നത്.
അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു സർട്ടൺ പൈപ്പൊക്കെ കണക്ട് ചെയ്തിട്ട് സർട്ടൺ ലൊക്കേഷനിൽ പിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പിറ്റിലേക്ക് ഈ ഒരു വെള്ളം അല്ലെങ്കിൽ ഈ ഒരു വെള്ളമൊക്കെ എല്ലാം ആ പിറ്റിലേക്ക് വീഴും. അതാണ് അർബൻ ഏരിയാസിൽ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രെയിൻസ്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ആക്ച്വലി ഇവിടെ കൊടുത്തിരിക്കുന്നത്. കവേർഡ് ആയിട്ടുള്ള ഡ്രെയിനേജ് ട്രെഞ്ചുകളാണെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ട്രപ്പിസോയിഡൽ ഷേപ്പ് പോലെ ഇരിക്കുന്നില്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത്, മുകളിൽ ചെറിയൊരു സാൻഡ് പോർഷൻ കൊടുക്കും, പിന്നെ അതിൻ്റെ ആ ഒരു അഗ്രിഗേറ്റ്സിൻ്റെ സൈസ് കൂടി ഏറ്റവും ലാർജ് സൈസായിട്ടുള്ളതിന് ഏറ്റവും ബോട്ടത്തിലുള്ളത്. പിന്നെ രണ്ടാമത്തെ ഫിഗറാണ് സർഫസ് ഡ്രെയിനേജ് ഇൻ അർബൻ ഏരിയാസിൽ. നേരത്തെ പറഞ്ഞ ഒരു പിറ്റ് കണ്ടില്ല, ഒരു പിറ്റുണ്ട്, സർക്കുലർ പോർഷൻ. അത് സർക്കുലർ പോർഷൻ ആക്ച്വലി ഒരു ലോൺജിറ്റ്യൂഡിനൽ ഡ്രെയിൻ പൈപ്പാണ്. ആ പൈപ്പിലൂടെയാണ് ഈ ഒരു വാട്ടർ വരുന്നത്. അപ്പോൾ അവിടെ പിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ. സർഫസ് ഡ്രെയിനേജിലുള്ള കേസാണ്. അടുത്തതെന്ന് വെച്ചാൽ ക്രോസ് ഡ്രെയിനേജാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു സർഫസ് ഡ്രെയിനേജിലാണ് ഇങ്ങനെ കൊടുക്കുന്നത്. പേയ്മെൻറ്റിൽ ഒന്നെങ്കിൽ അത് സർഫസിൽ കൊടുക്കും, അത് റൂറൽ ഏരിയസിനും അർബൻ ഏരിയസിനും, അല്ലെങ്കിൽ അർബൻ ഏരിയസ് ആണെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ കൊടുക്കും, പിറ്റുകൾ പ്രൊവൈഡ് ചെയ്ത്, പൈപ്പിൽ പ്രൊവൈഡ് ചെയ്ത്. ഇനിയാണ് ക്രോസ് ഡ്രെയിനേജ് പറയുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ഈസ് പ്രൊവൈഡഡ് ടു ക്രോസ് ടു സ്ട്രീം അക്രോസ് എ റോഡ് ആൻഡ് ടു ടേക്ക് വാട്ടർ ഫ്രം വൺ സൈഡ് ടു അതർ സൈഡ് അക്രോസ് റോഡ്. ഇതെന്ന് വെച്ചാൽ ഇത് ക്രോസ് ഡ്രെയിനേജ് ആക്ച്വലി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈനായിട്ട് നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞ ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിലാണ്. അപ്പോൾ അതിലാണ് ആക്ച്വലി ഉള്ളത്. അതിലെല്ലാം നമുക്ക് മനസ്സിലായി. ആ ഒരു മോഡ്യൂൾ 2 ഓഫ് DHS മോഡ്യൂൾ 2 അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് ഹൈഡ്രോ സ്ട്രക്ചർ മോഡ്യൂൾ 2 നമ്മൾ ഈ ഒരു പോർഷൻ ഈ ക്രോസ് ഡ്രെയിനേജ് വർക്കിനെ കുറിച്ചുള്ള അതിൻ്റെ വർക്കുകളെ കുറിച്ചുള്ളത് പറഞ്ഞിട്ടുണ്ട്. അക്വഡക്റ്റ്, സൈഫൺ അക്വഡക്റ്റ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഇതിന് കീഴിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടെ ഒരു റിവറോ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ്, എന്ന് വെച്ചാൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ഡ്രെയിനേജൊക്കെയാണ് ക്രോസ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൊവൈഡ് ടു ക്രോസ് സ്ട്രീം അക്രോസ് റോഡ്. ഒരു സ്ട്രീം ഉണ്ടെങ്കിൽ അതിന് അക്രോസ് ആയിട്ട് റോഡ് പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ടു ടേക്ക് വാട്ടർ ഫ്രം വൺ സൈഡ് ടു അതർ സൈഡ് അക്രോസ് റോഡ്. ഒരു വെള്ളം എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ റോഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രോസ് ഡ്രെയിനേജ് കോമൺലി യൂസ് ബ്രിഡ്ജസും കൾവേർട്ടിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ക്രോസ് ഡ്രെയിനേജ് ആണല്ലോ, നമ്മൾ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ കണ്ടതാണ്. ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിലെ വീഡിയോ പറഞ്ഞതാണ്. അതിൽ ഒരു റോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്പെക്ഷൻ റോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് യൂസ് ചെയ്യാൻ അവിടുത്തെ ആ റോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിൽ ഈ ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്ക് വരുമ്പോൾ ചെറിയൊരു രീതിയിൽ പറയുന്നതേ ഉള്ളൂ. ക്രോസ് ഡ്രെയിനേജ് വർക്ക് കോമൺലി യൂസിങ് ബ്രിഡ്ജ് ആൻഡ് കൾവേർട്ട്. സ്മോൾ ബ്രിഡ്ജസ് എന്ന് പറയുമ്പോൾ യൂസ് ഫോർ ഹയർ വാട്ടർ വേസ്. RCC ഓർ സ്റ്റീൽ ബ്രിഡ്ജസ് ആർ കോമൺലി യൂസ്ഡ്. ഇതിനു വേണ്ടി RCC അല്ലെങ്കിൽ സ്റ്റീൽ ബ്രിഡ്ജസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കൾവേർട്ട്സ് ആർ യൂസ് ഫോർ സ്മോൾ സ്ട്രീം ആണ് വിത്ത് സ്പാൻ ലെസ് ദാൻ 6 meters. ഈ ഒരു കൾവേർട്ട്സ് അല്ലെങ്കിൽ ബ്രിഡ്ജസ് ഒന്നെങ്കിൽ ബ്രിഡ്ജസ് അല്ലെങ്കിൽ കൾവേർട്ട്സ് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്രോസ് ഡ്രെയിനേജിന്. അപ്പോൾ അതിന് സ്പാൻ ആക്ച്വലി ഒന്ന് സ്മോൾ സ്ട്രീം ആണെങ്കിൽ സ്പാൻ ലെസ് ദാൻ 6 meter ആയിരിക്കും. എന്നുവെച്ചാൽ ഇത് ഒരു റിവറിൻ്റെ ക്രോസ് ചെയ്യണമെങ്കിൽ ആ ഒരു റിവറിനെ ക്രോസ് ചെയ്യണമെങ്കിൽ റിവർ അല്ലെങ്കിൽ അതിനെ പറയും ഒരു ഡ്രെയിൻ എന്ന്. അതാണല്ലോ നമ്മൾ ഇപ്പം പഠിക്കുന്ന ഡ്രെയിനിനെ കുറിച്ചല്ലേ നമ്മൾ പഠിക്കുന്നത്, ഡ്രെയിനിനെ മാത്രമായിട്ട്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ കൾവേർട്ട്സ് ഇപ്പോൾ അതിൻ്റെ ഇത് ക്രോസ് ചെയ്യുന്ന ആ റോഡിനെ ക്രോസ് ചെയ്യുന്നത് ആക്ച്വലി ഒരു 6 meter ലെസ് ആണെങ്കിൽ അത് സ്മോൾ സ്ട്രീമാണ്. ടൈപ്സ് ഓഫ് കൾവേർട്ട്സ് യൂസ്ഡ്. ഇനി ക്രോസ് ഡ്രെയിനേജിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് കൾവേർട്ട്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് നോക്കാം. ആദ്യത്താണ് സ്ലാബ് കൾവേർട്ട്. ഓക്കെ, സ്ലാബ് കൾവേർട്ട് എന്ന് വെച്ചാൽ RCC സ്ലാബ് പ്രൊവൈഡഡ് ഓവർ മേസൺറി വാൾ. ഒരു സ്ലാബ് ഉണ്ട്, ആ സ്ലാബിൻ്റെ മുകളിൽ ഒരു മേസൺറി വാളും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സ്ലാബ് കൾവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം ഞാൻ. ക്രോസ് ഡ്രെയിനേജ് എന്ന് വെച്ചാൽ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ക്രോസ് സ്ട്രീം അക്രോസ് റോഡ് ആൻഡ് ടു ടേക്ക് വാട്ടർ ഫ്രം വൺ സൈഡ്, മറ്റേ സൈഡിൽ നിന്ന് അക്രോസ് ആൻഡ് ടു ദ അതർ സൈഡ്, ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് അടുത്ത സൈഡിൽ പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കോമൺലി യൂസ് ബ്രിഡ്ജ് ആൻഡ് കൾവേർട്ട്.
പിന്നെ സ്റ്റീൽ RCC യൂസ് ചെയ്യുന്നത് ഫോർ ഹയർ വാട്ടർ വേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കൾവേർട്ടിൻ്റെ സ്മോൾ ആയിട്ടുള്ള സ്ട്രീംസിലൊക്കെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അത് ആക്ച്വലി ലെസ് ദാൻ, അതിൻ്റെ സ്പാൻ എന്ന് വെച്ചാൽ ലെസ് ദാൻ 6 meters ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ലെസ് ദാൻ 6 meters അത് എപ്പോൾ വരുമ്പോൾ ഈ സ്മോൾ സ്ട്രീമാണ് യൂസ് ചെയ്യുന്നത് കൾവേർട്ട്. ടൈപ്സ് ഓഫ് കൾവേർട്ട് ആദ്യത്തെ പറഞ്ഞു നമ്മൾ സ്ലാബ് കൾവേർട്ട്. അതെന്ന് വെച്ചാൽ RCC സ്ലാബ് പ്രൊവൈഡഡ് ഓവർ മേസൺറി വാൾ. ഇത് സ്ലാബ് മേസൺറി വാളിൽ ആണ്. RCC സ്ലാബ് പ്രൊവൈഡഡ് ഓവർ മേസൺറി വാൾ. ഒരു മേസൺറി വാളിന് മുകളിലാണ് ഈ സ്ലാബ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് സ്പാൻ ലിമിറ്റഡ് ടു 3 meter. ഇതിൻ്റെ സ്പാൻ ആക്ച്വലി, ഈ സ്ലാബിൻ്റെ സ്പാൻ ആക്ച്വലി ലിമിറ്റഡ് ടു 3 meter എന്നുവെച്ചാൽ 6 meterൻ്റെ പകുതി. ബോക്സ് കൾവേർട്ട്. ഓക്കെ, ഇനി അടുത്ത ബോക്സ് കൾവേർട്ട് എന്ന് വെച്ചാൽ ആക്ച്വലി RCC ബോക്സ് സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ഷേപ്പ്. ഇത് ആക്ച്വലി ഷേപ്പ് ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന ഒരു ബോക്സ് പോലെയാണ് ഈ ഒരു കൾവേർട്ടിൻ്റെ ഷേപ്പ്. അതുകൊണ്ടാണ് ബോക്സ് കൾവേർട്ട് എന്ന് പറയുന്നത്. ഇനി ആർച്ച് കൾവേർട്ട്. ബ്രിക്കും സ്റ്റോൺ മേസൺറി ഓർ PCC ആർച്ചസ് ആർ യൂസ്ഡ്. അതാണ് ആർച്ച് കൾവേർട്ട്. ഇനി പൈപ്പ് കൾവേർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഓർ RCC പൈപ്പ്സ് ഓഫ് 75 centimeter ഡയമീറ്റർ ആർ യൂസ്ഡ്. ഒന്നെങ്കിൽ സ്റ്റീൽ അല്ലെങ്കിൽ RCC പൈപ്പ് ആണ് ഓഫ് 75 centimeter ഡയമീറ്റർ, 75 centimeter ഡയമീറ്ററാണ്, അല്ലെങ്കിൽ 0.75 meter ഡയമീറ്ററുള്ള ഒരു പൈപ്പ്, സ്റ്റീൽ പൈപ്പ് അല്ലെങ്കിൽ RCC പൈപ്പാണ് ഇതിന് ഈ പൈപ്പ് ആയിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ള കൾവേർട്ട് നിർമ്മിക്കുന്നത്. അതാണ് ക്രോസ് ഡ്രെയിനേജ്. ഇത് ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. കൾവേർട്ടിൻ്റെ എന്താണെന്ന് ടൈപ്സ് മാത്രമാണ് ഈ ഒരു ക്രോസ് ഡ്രെയിനേജിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു സർഫസ് ഡ്രെയിനേജ് പറഞ്ഞു, രണ്ടാമതാണ് ക്രോസ് ഡ്രെയിനേജിൻ്റെ കാര്യം പറഞ്ഞു. ഇനി മൂന്നാമതാണ് സബ്സർഫസ് ഡ്രെയിനേജ്. സർഫസ് അല്ല, സബ്സർഫസ്, ഇതിന് അടിയിലുള്ള, മണ്ണിനടിയിലുള്ള ഒരു ഡ്രെയിനേജ്. അതാണ് ഇനി അതും ഈ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ ഈ സർഫസ് ഡ്രെയിനേജിലുള്ള ഈ ഒരു പിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഡ്രെയിനേജായിട്ട് മാറിപ്പോയില്ല. അർബൻ ഏരിയസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഡ്രെയിനേജായിട്ട് മാറിപ്പോയില്ല. ഇത് വേറെയാണ് സബ്സർഫസ് ഡ്രെയിനേജ്. കീപ്സ് ദ വേരിയേഷൻ ഓഫ് മോയ്സ്ചർ കണ്ടന്റ് ടു എ മിനിമം. ഒരു മിനിമത്തിൽ ഈ ഒരു സബ്സർഫസ് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു മിനിമം ലെവലിൽ മോയ്സ്ചർ കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, മോയ്സ്ചർ കണ്ടൻറ്റ് ഈ ഒരു സോയിൽ വന്ന് സോയിൽ എക്സ്പാൻഡായിട്ട് പിന്നെ ഡ്രൈ ആയിട്ടുള്ള സമയമാകുമ്പോൾ അത് ഡ്രൈ ആകുമ്പോൾ അത് ഷ്രിങ്ക് ആവും. അങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ക്രാക്കൊക്കെ പേയ്മെൻറ്റിലുണ്ടാവും. അങ്ങനെ അത് ആ ഒരു പേയ്മെൻറ്റ് ഇല്ലാതാവും. പിന്നെ സബ്സർഫസ് ഡ്രെയിനേജ് ഡൺ ബൈ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ 3 സ്റ്റെപ്പുകളാണ്. ലോവറിങ് ഓഫ് വാട്ടർ ടേബിൾ. ഒന്ന് ലോവറിങ് ഓഫ് വാട്ടർ ടേബിൾ രാവിലെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഈ ലോവറിങ് ഓഫ് വാട്ടർ ടേബിൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ആക്ച്വലി ലോവറിങ് ഓഫ് വാട്ടർ ടേബിൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ വാട്ടർ ടേബിൾ ഈ ഒരു ഇതിൻ്റെ ഹൈറ്റ് ആക്ച്വലി ഒരു മിനിമം ലെവലിലായിരിക്കണം. 1.2 meters നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1.2 meters ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ 1.2 metersനുമായിട്ടും കുറയാൻ പാടില്ല. കുറഞ്ഞാന്ന് വെച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ ആ സോയിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാവും. അതിനകത്ത് കൂടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിനകത്ത് 1.2 meter മിനിമം അത്രയെങ്കിലും പാടുള്ളൂ. അപ്പോൾ അതാണ് മെയിനായിട്ട്. അടുത്ത കൺട്രോളിങ് സീപ്പേജ് ഫ്ലോ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീപ്പേജ് എന്ന ആക്ച്വലി വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ഒരു സോയിൽ വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത്, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത് ആ ഒരു പാസ് ചെയ്യിപ്പിക്കുന്നത്, ആ സോയിലിലൂടെ വെള്ളം പാസ് ചെയ്യിപ്പിക്കുന്നതാണ് സീപ്പേജ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെ വലിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി കൺട്രോൾ ചെയ്യുക. മൂന്നാമതാണ് കൺട്രോളിങ് കാപ്പിലറി ഓഫ് വാട്ടർ. ഈ ഒരു കാപ്പിലറി റൈസ് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ആ കാപ്പിലറി വാട്ടർ, ഇത് മൂന്നും ഏകദേശം ലിങ്ക്ഡ് ആണ്. ആക്ച്വലി ഒരേപോലെ തോന്നലും മൂന്നും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ ആദ്യം ലോവറിങ് ഓഫ് വാട്ടർ ടേബിൾ, ഓഫ് കോഴ്സ് നമുക്കറിയാം വാട്ടർ ടേബിൾ എന്താണെന്ന് അറിയാം, അത് ലോവറിങ് ചെയ്യണം. രണ്ടാമത് കൺട്രോളിങ് സീപ്പേജ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളം വന്ന് പാസ് ചെയ്യുന്നു, ഈ ഒരു സോയിലിലേക്ക് പാസ് ചെയ്യാനുള്ള ഒരു ഈ പെർമബിലിറ്റി GTയിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെർമിബിലിറ്റിയും സീപ്പേജും വ്യത്യാസമുണ്ട്, പക്ഷേ ആ ഒരു കോൺസെപ്റ്റാണ് സീപ്പേജ്. പെർമിബിലിറ്റി ആക്ച്വലി പ്രോപ്പർട്ടി ഓഫ് സോയിലാണ്. സീപ്പേജ് എന്ന് ആക്ച്വലി അതൊരു പ്രോസസ്സാണ്. ആക്ച്വലി ഒരു സീപ്പിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഊഴ്ന്നിറങ്ങുന്നു എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ വെള്ളം ഊഴ്ന്നിറങ്ങുന്നു എന്നാണ് സീപ്പേജിന് അർത്ഥം. കാപ്പിലറി എന്ന് വെച്ചാൽ അത് വെള്ളം
ഈ വാട്ടർ ടേബിൾ കേസ് എടുക്കുകയാണെങ്കിൽ വെള്ളം വാട്ടർ ടേബിളിൽ നിന്ന് മുകളിലോട്ട് ക്യാപിലറി റൈസ് എന്ന് പറയില്ലേ, അപ്പോൾ അത് റൈസ് ചെയ്യണമെന്ന് തടയുന്നു. അതാണ് തടയാൻ വേണ്ടി മൂന്നാമത്തെ പറയുന്നത് കൺട്രോളിങ് ക്യാപിലറി വാട്ടർ. അപ്പോൾ ഇതാണ് പറയുന്നത്. ഓക്കെ, സബ്സർഫസ് വാട്ടർ ഡ്രെയിനേജിൽ മെയിനായിട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങൾ. അതിന് ആദ്യം ചെയ്യേണ്ടതാണ് ലോവറിങ് ഓഫ് വാട്ടർ ടേബിൾ. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിലുള്ള ആദ്യമാണ് ലോവറിങ് ഓഫ് വാട്ടർ ടേബിൾ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വാട്ടർ ടേബിൾ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 1 to 1.2 മീറ്റേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ 1.2 മീറ്റേഴ്സ് ബിലോ സബ്ഗ്രേഡ് ആയിരിക്കണം ഈ ഒരു ലോവറിങ് ഓഫ് ഈ ഒരു വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ. അങ്ങനെയുള്ള ലൊക്കേഷനിലാണ് നമ്മൾ മാക്സിമം പേയ്മെൻറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടത്. ഇംപെർമിയബിൾ ആയിട്ടുള്ള സോയിൽസ് ട്രാൻസ്ഫേഴ്സ് ഡ്രെയിൻസ് അറ്റ് suitable intervals are also provided in addition to longitudinal drains. ഇംപെർമിയബിൾ സോയിൽസ്. ഇംപെർമിയബിൾ എന്നൊരു വാക്കിൻ്റെ ഇംപെർമിയബിൾ എന്താണ്? പെർമിയബിൾ അല്ല എന്ന് വെച്ചാൽ കടത്തിവിടത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ കടത്തിവിടാത്ത ആരെയാണ്? വെള്ളത്തിനെ വിടാത്തത്. ഇവിടെ കേസ് വെള്ളമല്ലേ. അപ്പോൾ ഇംപെർമിയബിൾ ആകുമ്പോൾ വെള്ളത്തെ കടത്തിവിടാത്ത സോയിലുകൾ, അങ്ങനത്തെ സോയിലുകളുണ്ട്. ചില സോയിലുകൾ പെർമിയബിളാണ്, ഹൈലി പെർമിയബിളാണ്. ചില സോയിലിന് മീഡിയം ടൈപ്പ് ആയിരിക്കും, ചിലതൊക്കെ പെർമിയബിളേ അല്ല. ഈ ക്ലേ ഒക്കെ ഈ ഒരു പെർമിയബിലിറ്റി കുറവാണ്. ഈ സിൽട്ട് അല്ലെങ്കിൽ സാൻഡ് അതിന് പെർമിയബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അതാണ് പറയുന്നത്. അപ്പോൾ ഇംപെർമിയബിൾ സോയിൽസ് ആണെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡ്രെയിൻസ് ആർ സ്യൂട്ടബിൾ ഇൻ്റർവെൽസ്. ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻസിൽ ഈ ഒരു എന്ന് വെച്ചാൽ റോഡിൻ്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ റോഡിൻ്റെ ലെന്ത് വൈസ് എന്ന് വെച്ചാൽ നേരെ പോകുന്ന ഡയറക്ഷൻ തന്നെയാണ്. പക്ഷേ റോഡിൻ്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, അതാണ് ട്രാൻസ്വേഴ്സ് എന്ന് വെച്ചാൽ. ഇങ്ങനെ റോഡിൻ്റെ ആ ഒരു ക്യാമ്പറിൻ്റെ 2 സൈഡിലാണ് ട്രാൻസ്വേഴ്സ്. താഴോട്ടുള്ള സ്ലോപ്പ് ആ സൈഡിലേക്ക് സ്യൂട്ടബിൾ ഇൻ്റർവെല്ലിൽ ഈ ഒരു ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യണം. അഡീഷൻ ടു ദി ലോങ്ജിറ്റ്യൂഡിനൽ ഡ്രെയിൻസ്. ലോങ്ജിറ്റ്യൂഡിനൽ ഡ്രെയിൻസ് എന്ന് വെച്ചാൽ സൈഡിലുള്ള സൈഡ് ഡ്രെയിൻസ് തന്നെയാണ്. അതുകൂടാതെ ഈ ട്രാൻസ്വേഴ്സ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ വാട്ടർ ടേബിൾ ലോവറിങ് വാട്ടർ ടേബിൾ ചെയ്യാം, അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. ഇനി ലോവറിങ് വാട്ടർ ടേബിൾ തന്നെയാണ് പെർമിയബിൾ സോയിൽസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി വാട്ടർ ലോവർഡ് ബൈ പ്രൊവൈഡിങ് ലോങ്ജിറ്റ്യൂഡിനൽ ഡ്രെയിൻ ട്രെഞ്ചസ്. ഇവിടെ ആക്ച്വലി ഒരു ട്രെഞ്ചുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, ഒരു ആർച്ച് പോലെ ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ടാകും. ഇത് ട്രെഞ്ചുകൾ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ട്രെഞ്ച് ആക്ച്വലി ഈ വരുന്ന വെള്ളത്തിന് അഥവാ വാട്ടർ ടേബിൾ റൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇത് തടയും. ഒരു ഫിൽട്ടർ പോലെയാണ്. അല്ലെങ്കിൽ ലോവർഡ് ബൈ പ്രൊവൈഡിങ് ലോങ്ജിറ്റ്യൂഡിനൽ ഡ്രെയിൻ ട്രെഞ്ചസ് വിത്ത് ഡ്രെയിൻ പൈപ്പ് ആൻഡ് ഫിൽട്ടർ സാൻഡ്. ഒരു ഡ്രെയിൻ പൈപ്പും ഫിൽട്ടർ സാൻഡും യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ സർക്കുലർ പോർഷൻ കണ്ടില്ലേ, ഈ ഒരു സർക്കുലർ പോർഷനാണ് ആക്ച്വലി ലോങ്ജിറ്റ്യൂഡിനൽ ഡ്രെയിൻ പൈപ്പ്. ഇതാണ് ഈ ഒരു ആർച്ച് പോലെ ഇരിക്കുന്ന ലോവേർഡ് വാട്ടർ ടേബിൾ ഡ്യൂ ടു ലോങ്ജിറ്റ്യൂഡിനൽ ഡ്രെയിൻ. വാട്ടർ ടേബിൾ ലോവർ ചെയ്തിട്ടുള്ള പോർഷനാണ്. ഓക്കെ, അതാണ് പറയുന്നത്. ഇവിടെ ഒരു ക്ലേ സീൽ എന്ന് വെച്ചാൽ ആക്ച്വലി യൂസ് ചെയ്ത് കാരണം എന്ന് വെച്ചാൽ ക്ലേ പെർമിയബിലിറ്റി തീരെ കുറവാണ്, എന്ന് വെച്ചാൽ പെർമിയബിൾ അല്ല. നേരെ മറിച്ച് ഈ പറയുന്ന സാൻഡോ സിൽട്ട് അങ്ങനത്തെ ഒരു മെറ്റീരിയലോ അങ്ങനത്തെ ഒരു സോയിലോ ആയിരുന്നെങ്കിൽ പെർമിയബിൾ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ റോഡിനെ അത് ബാധിക്കും. അപ്പോൾ അതാണ് ലോവറിങ് ഓഫ് വാട്ടർ ടേബിൾ എന്ന് വെച്ചാൽ. ഇനി സബ്സർഫസ് ഡ്രെയിനേജ്, അതിലുള്ള ഡ്രെയിൻസ് ലേഡ് ഡീപ്പ് ഇൻ ദി ഗ്രൗണ്ട് ആൻഡ് കവേർഡ്. ഈ ഒരു ഡ്രെയിൻസ് ആക്ച്വലി ഗ്രൗണ്ട്സിൽ ലേഡ് ഡീപ്പ് ഇൻ ദി ഗ്രൗണ്ട് ആൻഡ് കവേർഡ് ആയിരിക്കും. അതാണ് ഈ ഫിഗറിൽ കൊടുത്തേക്കുന്നത്. ഡ്രെയിനേജ് ടൈൽസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ചെടികളൊക്കെ വളർന്നു വെച്ചിട്ട് വാട്ടർ ടേബിൾ ഒരു പൊസിഷനിലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡ്രെയിനേജ് പൈപ്പ് കൊടുത്തിരിക്കുകയാണ്. ഫ്ലോർ ടു മെയിൻ ഓർ ഡിച്ച് സാച്ചുറേറ്റഡ് സോയിലുണ്ട്, അങ്ങനെ ഒരു പോർഷനാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി സബ്സർഫസ് ഡ്രെയിനേജിൽ ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഡ്രെയിൻസ് ലേഡ് ഡീപ്പ് ഇൻ ദി ഗ്രൗണ്ട് ആൻഡ് കവേർഡ്. ഈ ഡ്രെയിൻസ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ടിൽ ഡീപ്പായിട്ടാണ് പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനത്തുള്ള ഫിഗറാണ് ഇത് ആക്ച്വലി ഇതായിട്ട് അത്ര ഇതില്ല, എന്നാലും ബന്ധമില്ല. എന്നാലും ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആക്ച്വലി ലോവറിങ് ഓഫ് വാട്ടർ ടേബിളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ
ലോഞ്ചിൽ പൈപ്പ് ഉണ്ടല്ലോ അത് ആക്ച്വലി ഡീപ്പായിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്തിരുന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്താണ് കൺട്രോൾ ഓഫ് സീപ്പേജ് ഫ്ലോ. ഇപ്പോൾ ആദ്യത്തേത് നമ്മൾ കണ്ടു, അതാണ് ഈ ഒരു വാട്ടർ ടേബിൾ, ലോവറിങ് ഓഫ് വാട്ടർ ടേബിൾ. രണ്ടാമത്താണ് കൺട്രോളിങ് ഓഫ് സീപ്പേജ് ഫ്ലോ. ഊർന്നിറങ്ങുന്നത്, ഈ ഒരു സർഫസിലുള്ള വെള്ളം ഊർന്നിറങ്ങുന്നത് മാക്സിമം തടയുക. അതാണ് കൺട്രോൾ ഓഫ് സീപ്പേജ് ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത്. സീപ്പേജ് എക്സിസ്റ്റ് വെൻ ഗ്രൗണ്ട് ലെവൽ സ്ലോപ്പിംഗ്. ഗ്രൗണ്ട് ലെവൽ സ്ലോപ്പിംഗ് ആണെങ്കിൽ സീപ്പേജ് എക്സിസ്റ്റ് ചെയ്യും. കാരണം സ്ലോപ്പി ആയിട്ടുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലാണെങ്കിൽ ഫ്ലോ ചെയ്യത്തില്ല വെള്ളം, പിന്നെ ഹൊറിസോണ്ടലാണ്. ഒരു സ്ലോപ്പി ആണെങ്കിൽ അഫ്കോഴ്സ് ഹൈ ഹെഡിൽ നിന്ന് ലോ ഹെഡിലേക്ക് വെള്ളം ഒഴുകും. സ്ലോപ്പ് ഉണ്ടെങ്കിൽ ഒരു ഹെഡ് ലെവൽ, ഒരു ഹെഡ് ഡിഫറൻസ് ഉണ്ടെങ്കിലല്ലേ വെള്ളം മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ലോങ്സ്റ്റോണിൽ പൈപ്പാണ് ഡ്രെയിൻ ഇൻ ട്രെഞ്ച് വിത്ത് ഫിൽട്ടർ മെറ്റീരിയൽ ആൻഡ് ക്ലേ സീൽ കൺസ്ട്രക്റ്റഡ് ടു ഇൻ്റർസെപ്റ്റ് ദ ഫ്ലോ. ആ ഒരു ഫ്ലോയിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോങ്സ്റ്റോണിൽ പൈപ്പ് പ്രൊവൈഡ് ചെയ്യും. ഒരു പൈപ്പ് ഡ്രെയിൻ ഇൻ ട്രെഞ്ച് വിത്ത് ഫിൽട്ടർ മെറ്റീരിയൽ, ഒരു ഫിൽട്ടർ മെറ്റീരിയലും ഒരു ക്ലേ സീൽ ആക്ച്വലി പെർമിയബിൾ അല്ല, അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് കൺസ്ട്രക്റ്റഡ് ഇൻ്റർസെപ്റ്റ് ദ ഫ്ലോയിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തടയാൻ. ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ചാൽ അവിടെ തടഞ്ഞു നിർത്താൻ, അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് ബ്രേക്ക് ചെയ്യാൻ. ഇനി മൂന്നാമത്തതാണ്, ഇവിടെ രണ്ടാമത്തെ പറഞ്ഞ കൺട്രോൾ ഓഫ് സീപ്പേജ് ഫ്ലോ. അതിൻ്റെ ഫിഗറാണിത്. സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഉണ്ട്, ഒരു ക്ലേ സീല് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പൈപ്പുണ്ട്, ഡ്രെയിനേജ് ഒരു ഫിൽട്ടർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു പൈപ്പാണ്. അപ്പോൾ സോൺ ഓഫ് സീപ്പേജ് ഫ്ലോ ആണ് ഈ ഒരു സോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഈ ഒരു പേയ്മെൻറ്റിലേക്ക് വരാതിരിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, അതാണ് കൺട്രോൾ ഓഫ് സീപ്പേജ് ഫ്ലോ. അടുത്താണ് കൺട്രോൾ ഓഫ് കാപ്പിലറി റൈസ്. ഇനി തിരിച്ച് പിന്നെ വാട്ടർ ടേബിളിൽ നിന്നുള്ള വെള്ളം മുകളിലോട്ട് കയറാതിരിക്കുക. ആദ്യം നേരത്തെ പറഞ്ഞു കൺട്രോൾ ഓഫ് സീപ്പേജ് ഫ്ലോ, മുകളിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്ലോപ്പായിട്ട് വരുന്ന വെള്ളം തടഞ്ഞു നിർത്തുന്നു. ഇനി താഴെ നിന്നുള്ള വാട്ടർ ടേബിളിൽ നിന്നുള്ള വെള്ളം മുകളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി, മണ്ണിൽ നിന്ന് മുകളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി തടയാനുള്ള രീതികൾ എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ലെയർ ഓഫ് ഗ്രാനുലാർ മെറ്റീരിയൽസ് ഓഫ് സ്യൂട്ടബിൾ തിക്നെസ് പ്രൊവൈഡ് ബിറ്റ്വീൻ സബ്ഗ്രേഡ് ആൻഡ് വാട്ടർ ടേബിൾ. ഒന്നെങ്കിൽ അങ്ങനെ എന്ന് വെച്ചാൽ ലെയർ ഓഫ് ഗ്രാനുലാർ മെറ്റീരിയൽ, ഒരു ഗ്രാനുലാർ ആയിട്ടുള്ള ഓഫ് സ്യൂട്ടബിൾ തിക്നെസ് ആയിട്ടുള്ള പ്രൊവൈഡ് ബിറ്റ്വീൻ സബ്ഗ്രേഡ് ആൻഡ് വാട്ടർ ടേബിൾ. ഒരു സബ്ഗ്രേഡും വാട്ടർ ടേബിളിൻ്റെ ഇടയിൽ ഒരു ഗ്രാനുലാർ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് വെച്ചാൽ പെർമിയബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല, ഇംപെർമിയബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. വെച്ചാൽ നമ്മുടെ ഉദ്ദേശം എന്താണ്, വെള്ളത്തിനെ മുകളിലോട്ട് ഇന്ന് വാട്ടർ ടേബിളിൽ നിന്ന് വെള്ളമാണ് മുകളിലോട്ട് കയറുന്നത്, അതാണ് കാപ്പിലറി എന്ന് പറയുന്നത്. അപ്പോൾ അത് മാക്സിമം തടയാം. അതിനുവേണ്ടി അവിടെ ഒരു ബാരിയർ വെക്കണം. ആ ബാരിയറാണ് ആക്ച്വലി ഒരു ലെയർ ഓഫ് ഗ്രാനുലാർ മെറ്റീരിയൽ. ഒരു ഗ്രാനുലാർ മെറ്റീരിയൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള ഗ്രാനുലാർ മെറ്റീരിയൽ ആയിരിക്കും. അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ള മെറ്റീരിയലും കോഴ്സ് ഗ്രെയിൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തു. അപ്പോൾ ആ ഒരു മെറ്റീരിയലിൽ ഈ ഒരു പെർമിയബിലിറ്റി ആക്ച്വലി GTD കേസാണ് ആക്ച്വലി ഞാൻ ഇപ്പോൾ പറയുന്നത്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൽ. അതിൽ പെർമിയബിലിറ്റി കേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പെർമിയബിലിറ്റി കൂടുതലുള്ളത് ഈ ഒരു കോഴ്സ് ഗ്രെയിൻഡാണ് ഫൈൻ ഗ്രെയിൻഡ് അപേക്ഷിച്ച്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് വിടും. ഇപ്പം ഇത് ചിന്തിച്ചാൽ ഒരു ലെയർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ലെയർ ഓഫ് ഗ്രാനുലാർ മെറ്റീരിയൽസ് ഓഫ് സ്യൂട്ടബിൾ തിക്നെസ് പ്രൊവൈഡ് ബിറ്റ്വീൻ സബ്ഗ്രേഡ് ആൻഡ് വാട്ടർ ടേബിൾ. ഒന്നുകിൽ അങ്ങനെ, ഈ ആദ്യത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു ലെയർ കൊടുത്ത് ഗ്രാനുലാർ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കാപ്പിലറി റൈസ് തടയും പേയ്മെൻറ്റിൻ്റെയും ഈ വാട്ടർ ടേബിളിൻ്റെ ഇടയിൽ. അല്ലെങ്കിൽ ഇൻസേർട്ട് ആൻഡ് ഇംപെർമിയബിൾ ഓർ ബിറ്റുമിനസ് ലെയർ. ഒന്നെങ്കിൽ ഇംപെർമിയബിൾ ലെയർ അല്ലെങ്കിൽ ബിറ്റുമിനസ് ലെയർ ഇൻ പ്ലേസ് ഓഫ് ഗ്രാനുലാർ ബ്ലാങ്കറ്റ്. ഒരു ബിറ്റുമിനസ് ലെയർ അല്ലെങ്കിൽ ഇംപെർമിയബിൾ ലെയർ പ്രൊവൈഡ് ചെയ്താലും മതി. അതാണ് ഈ പറയുന്നത്. അത്രയാണ് കൺട്രോൾ ഓഫ് കാപ്പിലറി റൈസ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഈ ഒരു സബ്സർഫസ് ഡ്രെയിനേജിൻ്റെ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇതിന് 3 തരത്തിലുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു സബ്സർഫസ് ഡ്രെയിനേജ് പറഞ്ഞു, ക്രോസ് ഡ്രെയിനേജും പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.